ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10-12 എരിവില്ലാത്ത കാശ്മീരി മുളക്, ഒരു ഏലക്കായ, 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടെടുക്കാം. നല്ലപോലെ പേസ്റ്റ് ആക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്ത് അതിനേലും കുറച്ചുകൂടി ഇതായിട്ടെടുക്കണം. 3/4 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ കാശ്മീരി മുളകിൻ്റെ മസാല റെഡിയാക്കിയിട്ടുള്ളത്, പാകത്തിന് ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് 2 വലിയ സവാള സ്ലൈസായി കട്ട് ചെയ്ത് ഒരു പകുതിയോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 100 ഗ്രാമോളം ചെറിയുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്നു വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി പച്ചമണം മാറുന്ന പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ശേഷം ഇതിനകത്തേക്ക് ഒരു സവാള പേസ്റ്റാക്കി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോഴൊന്ന് പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിരുന്ന ആ മസാല ഒന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പാത്രത്തിന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് നല്ലപോലെ കുറുകിയിട്ട് വരണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാമോളം കാഷ്യൂ നട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇതിനകത്തേക്ക് നമുക്ക് കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാത്രത്തിന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇത്രയും മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരു നമ്മുടെ റംദാൻ സ്പെഷ്യലാണ് കേട്ടോ ഇത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.